ഇന്നത്തെ നമ്മുടെ ലെസൺ നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു. ചെറിയ സെൻറ്റൻസസ് അതുപോലെ തന്നെ ലോങ് സെൻറ്റൻസസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഇത്തരം സെൻറ്റൻസുകൾ നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം പ്രാക്ടീസുകളും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ പ്രാക്ടീസ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തയ്യാറാണോ? ആർ യു റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ തയ്യാറാണോ? ആർ യു റെഡി ടു ലേൺ ഇംഗ്ലീഷ്? നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ സംസാരിക്കൂ. സ്പീക്ക് വാട്ട് യു ക്യാൻ. നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ പഠിക്കൂ. ലേൺ വാട്ട് യു ക്യാൻ. നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. ലിസൺ വാട്ട് യു ക്യാൻ. നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ എഴുതൂ. റൈറ്റ് വാട്ട് യു ക്യാൻ. ഇനി പല വേർബ്സ് വെച്ചിട്ട് ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുക. ടീച്ച് വാട്ട് യു ക്യാൻ. നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ പഠിപ്പിക്കൂ. ഡു വാട്ട് യു ക്യാൻ. നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്യൂ. നിങ്ങൾക്ക് അറിയാവുന്നത് എന്താണോ അതെനിക്കറിയാം. ഐ നോ വാട്ട് യു നോ. ഐ നോ വാട്ട് യു നോ. നിങ്ങൾക്കറിയാവുന്നത് എന്താണോ അതെനിക്കറിയാം. ഐ നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. വാട്ട് യു നോ, നിങ്ങൾക്ക് അറിയുന്നത് എന്താണോ അതെനിക്കറിയാം എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അതെനിക്കറിയാം. ഐ നോ വാട്ട് യു തിങ്ക്. അവൻ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എന്നോട് പറയൂ. ടെൽ മീ വാട്ട് ഹീ ഈസ് ഡൂയിങ് നൗ. ടെൽ മീ വാട്ട് ഹീ ഈസ് ഡൂയിങ് റൈറ്റ് നൗ. എനിക്കറിയില്ല അവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഐ ഡോണ്ട് നോ വാട്ട് ഹീ ഈസ് ഡൂയിങ് നൗ. അവനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഹീ ഈസ് ഡൂയിങ് നൗ. അവൻ നിൻ്റെ ഫ്രണ്ടാണ്. അവൻ എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതാണ്. ഹീ ഈസ് യുവർ ഫ്രണ്ട്. യു ആർ സപ്പോസ് ടു നോ വാട്ട് ഹീ ഈസ് ഡൂയിങ് നൗ. യു ആർ സപ്പോസ് ടു നോ വാട്ട് ഹീ ഈസ് ഡൂയിങ് നൗ. ഇവിടെ സപ്പോസ്ഡ് ടു അതിന് പകരം നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. യു ഷുഡ് നോ. നിങ്ങൾക്ക് അറിയേണ്ടതാണ്. അപ്പോൾ സപ്പോസ്ഡ് ടു നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ, അതായത് ഒരു ഫ്രണ്ടായ നിലയ്ക്ക് അത് അറിയേണ്ടതാണ്. നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർ അതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ് സപ്പോസ്ഡ് ടു ഉപയോഗിക്കുന്നത്. അവിടെ നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. അവൻ എൻ്റെ ഫ്രണ്ടല്ല. ഹീ ഈസ് നോട്ട് മൈ ഫ്രണ്ട്. എനിക്കവനെ അറിയുക പോലുമില്ല. ഐ ഡോണ്ട് ഈവൻ നോ ഹിം. എനിക്ക് അവനെ അറിയുക പോലുമില്ല. ഐ ഡോണ്ട് ഈവൻ നോ ഹിം. അവനെ നിനക്കറിയില്ലെങ്കിൽ എന്തിനാണ് അവനെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത്? അവനെപ്പറ്റി നിനക്കറിയില്ലെങ്കിൽ എന്തിനാണ് നീ അവനെപ്പറ്റി എന്നോട് ചോദിക്കുന്നത്? ഇഫ് യു ഡോണ്ട് നോ ഹിം, വൈ യു ആർ ആസ്കിങ് അബൌട്ട് ഹിം? വൈ യു ആർ ആസ്കിങ് അബൌട്ട് ഹിം. വൈ ആർ യു അല്ല ചോദിക്കേണ്ടത്, വൈ യു ആർ ആസ്കിങ് അബൌട്ട് ഹിം. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഞാൻ എവിടെ നിന്നോ അവനെപ്പറ്റി കേട്ടു. ഐ ആം ആസ്കിങ് അബൌട്ട് ഹിം ബിക്കോസ് ഐ ഹാവ് ഹേർഡ് ഫ്രം സംവെയർ അബൌട്ട് ഹിം. എന്താണ് നീ അവനെപ്പറ്റി കേട്ടത്? വാട്ട് ഡിഡ് യു ഹിയർ അബൌട്ട് ഹിം? ഐ വുഡ് ലൈക്ക് ടു ടീച്ച്. ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ടീച്ച്. ഞാൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു. എനിക്ക് നിന്നെ പഠിപ്പിക്കേണ്ടി വരുന്നു. ഐ ഹാവ് ടു ടീച്ച് യു. എനിക്ക് രാവിലെ എഴുന്നേൽക്കേണ്ടി വരുന്നു. ഐ ഹാവ് ടു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ദർ. ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ടീച്ച്. ഞാൻ അവനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു ഹിം. ഞാൻ അവനെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു മീറ്റ് ഹിം. നിങ്ങൾ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഡു യു വാണ്ട് ടു ഗോ ദർ? നിങ്ങൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഡു യു വാണ്ട് ടു കം ഹിയർ? നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഡു യു വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്? നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ട്രൈഡ് ടു സ്പീക്ക്? നിങ്ങൾ ശ്രമിക്കുന്നില്ല. യു ആർ നോട്ട് ട്രൈയിങ്. നിങ്ങൾ ശ്രമിക്കുന്നില്ല. യു ആർ നോട്ട് ട്രൈയിങ്. ഒരു പ്രാവശ്യം നിങ്ങൾ ശ്രമിക്കൂ. യു ട്രൈ വൺസ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം ശ്രമിക്കണം എന്നാണ്. ഐ തിങ്ക് യു ഷുഡ് ട്രൈ വൺസ്. വൺസ് എന്നാൽ ഒരു പ്രാവശ്യം. എഫേർട്ട് ഇല്ലെങ്കിൽ
റിസൾട്ടില്ല. ഇഫ് ദർ ഇസ് നോ എഫേർട്ട് ദർ വിൽ ബി നോ റിസൾട്ട്. റിസൾട്ടും ഉണ്ടാവില്ല. നിങ്ങൾക്ക് റിസൾട്ട് വേണോ? ഡു യു വാണ്ട് റിസൾട്ട്? എനിക്ക് റിസൾട്ട് വേണം. യെസ്, ഐ വാണ്ട് റിസൾട്ട്. ഇപ്പോൾ തന്നെ സംസാരിക്കാൻ തുടങ്ങും. സ്റ്റാർട്ട് സ്പീക്കിംഗ് നൗ. മിസ്റ്റേക്സിനെ പറ്റി ആലോചിക്കുകയേ വേണ്ട. ഡോണ്ട് തിങ്ക് അബൌട്ട് മിസ്റ്റേക്സ്. നിങ്ങളെപ്പോഴും മിസ്റ്റേക്സിനെ പറ്റി ആലോചിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തത്. യു ഓൾവേസ് തിങ്ക് അബൌട്ട് മിസ്റ്റേക്സ്. ദാറ്റ്സ് വൈ യു ആർ അൺഏബിൾ ടു സ്പീക്ക്. നിങ്ങൾ എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു ഡൂയിങ് നൗ? ഞാനൊന്നും ചെയ്യുന്നില്ല. ഐ ആം ഡൂയിങ് നത്തിങ്. അങ്ങനെയല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ പറയാം. ഐ ആം നോട്ട് ഡൂയിങ് എനിത്തിങ് നൗ. നോട്ട് ആൻഡ് എനിത്തിങ്. അതിന് പകരം നമുക്ക് നത്തിങ് ഉപയോഗിക്കാം. ഐ ആം ഡൂയിങ് നത്തിങ് നൗ. നിങ്ങൾക്ക് ഈ വർക്ക് 2 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഡൂ ദിസ് വർക്ക് ഇൻ 2 days? ശ്രദ്ധിക്കുക, ഇൻ 2 days. നമുക്ക് വേണമെങ്കിൽ വിത്തിൻ 2 days എന്ന് ഉപയോഗിക്കാം. വിത്തിൻ 2 days എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിന് ഉള്ളിൽ. അതേസമയം ഇൻ 2 days എന്ന് പറഞ്ഞാൽ 2 ദിവസം എടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ക്യാൻ യു ഡൂ ദിസ് വർക്ക് ഇൻ 2 days? എനിക്ക് ഈ വർക്ക് 2 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഡൂ ദിസ് വർക്ക് ഇൻ 2 days. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ വർക്ക് 2 ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഐ തിങ്ക് യു കാൺട്ട് ഡൂ ദിസ് വർക്ക് ഇൻ 2 days. നിങ്ങൾ 10 days എടുക്കും ഈ വർക്ക് ചെയ്യാൻ. യു വിൽ ടേക്ക് 10 days ടു ഡൂ ദിസ് വർക്ക്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്ത് കാണിക്കൂ. ഇഫ് യു ക്യാൻ ഡൂ ഇറ്റ്, ഷോ ഇറ്റ് ബൈ ഡൂയിങ്. എനിക്കറിയില്ല എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന്. ഐ ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക്. എനിക്കറിയാം എൻ്റെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണമെന്ന്. ഐ നോ ഐ ഹാവ് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ ഇന്ന് പഠിച്ച ഈ കൊച്ചു കൊച്ചു സെൻറ്റൻസസും കുറച്ച് ലോങ് ആയിട്ടുള്ള സെൻറ്റൻസസും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. പക്ഷേ പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും.